ഇപ്പോൾ കോൺഗ്രസ് അനുഭാവി നിരീക്ഷകനായിട്ടുള്ള റജി കൂടി ചേരുകയാണ്. റജി, കഴിഞ്ഞ ദിവസം ഈ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഭൂമി കുംഭകോണവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവിനോട് ചോദ്യം ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, രാഷ്ട്രീയ നേതാക്കളാവുമ്പോൾ ചിലപ്പോൾ ആരോപണങ്ങളൊക്കെ വരും, അതിൻ്റെ മറുപടി രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞോട്ടെ എന്നാണ്. എത്ര ഉദാരമായ ഒരു സമീപനമാണ് ഈ വിഷയത്തിൽ കോൺഗ്രസ് സ്വീകരിക്കുന്നത്. മറ്റു വിഷയങ്ങളിലൊക്കെ കേരളത്തിലെ ഓരോ വിഷയങ്ങളിലും മുഖ്യമന്ത്രിക്കെതിരെ അടക്കം ഒരു തെളിവ് പോലുമില്ലാതെ വന്നിട്ട് എന്തുമാത്രം ആരോപണങ്ങളാണ് നിങ്ങൾ ഉന്നയിക്കുന്നത്. മുഖ്യമന്ത്രി അടക്കം രാജിവെക്കണമെന്ന് എത്ര പ്രാവശ്യമാണ് നിങ്ങൾ ആവശ്യപ്പെട്ടത്. നിങ്ങൾക്ക് എന്താണ് ഈ രാജീവ് ചന്ദ്രശേഖരൻ്റെ കാര്യം വരുമ്പോൾ, ബി.ജെ.പിയുടെ കാര്യം വരുമ്പോൾ ഇത്ര മൃദുത്വം? രാജീവ് ചന്ദ്രശേഖരന്റെ ഭൂമി കുംഭകോണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ UDF-ഓ കോൺഗ്രസോ മൃദു സമീപനം സ്വീകരിച്ചു എന്ന് ആരാണ് പറയുന്നത്? അത്തരത്തിലല്ല. ശക്തമായി രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിന്റെ ഭാഗം വെളിവാക്കുവാൻ, അദ്ദേഹം അതിന്റെ നിലപാട് വ്യക്തമാക്കുവാൻ അദ്ദേഹം തയ്യാറാകണം എന്നാണ് ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല, ഒരു സംസ്ഥാനത്തെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അധ്യക്ഷ സ്ഥാനത്തിരിക്കുമ്പോൾ അദ്ദേഹം കളങ്കിതനല്ല എന്ന് സ്ഥാപിക്കുവാനുള്ള ഉത്തരവാദിത്വവും ബാധ്യതയും അദ്ദേഹത്തിനുണ്ട്. അപ്പോ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ ആളുകൾക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ അതിശക്തമായി പ്രതികരിച്ചിട്ടുള്ള പ്രസ്ഥാനമാണ് BJP. അപ്പോൾ അതിന്റെ നേതാക്കന്മാർ ആരോപണം ഉണ്ടാകുമ്പോൾ ആ ആരോപണത്തിന്റെ നിജസ്ഥിതി, അതിൽ നിന്ന് അവർ വിമുക്തമാകുന്നു, അല്ലെങ്കിൽ ആ ആരോപണത്തിൽ പങ്കാളിത്തമില്ല എന്ന് വ്യക്തമായി തെളിയിക്കേണ്ട ബാധ്യത ആ നേതാക്കൾക്കുണ്ട്. അത് ആ രാജീവ് ചന്ദ്രശേഖർ ആ വിവരം, അതിന്റെ നിജസ്ഥിതി അല്ലെങ്കിൽ അത് സംബന്ധിച്ച് അദ്ദേഹം വെളിപ്പെടുത്തണം എന്നുള്ളതാണ് കോൺഗ്രസ് ആദ്യഘട്ടത്തിൽ ആവശ്യപ്പെട്ടത്. തീർച്ചയായിട്ടും ഈ ഭൂമി കുംഭകോണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ശക്തമായ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുന്നില്ല റജി. അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇക്കാര്യത്തിൽ ഒരു ശക്തമായ അന്വേഷണം ഒരു കോടതി മേൽനോട്ടത്തിലോ അല്ലാതെയോ പ്രത്യേക അന്വേഷണ സംഘം വേണമെന്നോ എന്തെങ്കിലും ഒരു ആവശ്യം ഉന്നയിക്കണ്ടേ? അത്തരം ഒരു കാര്യവുമില്ല. ഇത് രാജീവ് ചന്ദ്രശേഖർ വിശദീകരിക്കട്ടെ എന്നൊരു മറുപടിയാണ് പിന്നെ പ്രതിപക്ഷ നേതാവ് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. മറ്റ് നേതാക്കന്മാരൊന്നും ഇത് അറിഞ്ഞ ഭാവം പോലും നടിച്ചിട്ടുമില്ല. നോക്കൂ, ഇത് സംബന്ധിച്ച് ആ പൊതുപ്രവർത്തകൻ അദ്ദേഹം സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ഇത് സംബന്ധിച്ച് എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയാണ് സമർപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിപ്പോ കോടതിയുടെ മുമ്പാകെ ഇരിക്കുന്ന വിഷയമാണ്. അപ്പോൾ ഇത് പേഴ്സണലായിട്ട്, അതായത് വ്യക്തിപരമായിട്ട് രാജീവ് ചന്ദ്രശേഖരന്റെ പേരെടുത്ത് പരാമർശിച്ചിട്ടുള്ള വിഷയമായതുകൊണ്ട് അദ്ദേഹം അതിനകത്ത് അതിന്റെ നിജസ്ഥിതി തീർച്ചയായിട്ടും പറയണം, അതിന്റെ വ്യക്തത വരുത്തണം എന്നുള്ളതാണ് ആദ്യത്തെ ആവശ്യം. രണ്ട്, അത്തരത്തിലുള്ള ഒരു തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും അതിന്റെ പേരിൽ അതിൽ അന്വേഷിക്കുകയും നടപടി സ്വീകരിക്കുകയും ചെയ്യണം. അതിൽ ഒരു തർക്കവുമില്ല. ഇന്ത്യയുടെ രാഷ്ട്രീയ അല്ലെങ്കിൽ ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥ എല്ലാവർക്കും തുല്യമായ രീതിയിലാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അപ്പൊ ഇവിടെ കേരളത്തിലെ BJPയുടെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന ശ്രീ രാജീവ് ചന്ദ്രശേഖർ, അദ്ദേഹത്തിനെതിരെ ഇത്തരത്തിലുള്ള ആരോപണം ഉണ്ടാകുമ്പോൾ അത് സംബന്ധിച്ച് നിശ്ചയമായും അന്വേഷണം നടത്തുകയും അതിന്റെ നിജസ്ഥിതി വെളിച്ചത്ത് കൊണ്ടുവരികയും വേണം. അതിൽ ഒരു തർക്കവും അക്കാര്യത്തിലില്ല. അത് അക്കാര്യത്തിൽ പ്രത്യേകിച്ച് കോൺഗ്രസ്, കാരണം ദേശീയ തലത്തിൽ BJP അതിശക്തമായിട്ട് എതിർക്കുന്നത് ഇന്റർനാഷണൽ കോൺഗ്രസ് ആണ്. അപ്പോൾ അതിന്റെ എല്ലാ നേതാക്കന്മാരും അവർ മറ്റ് പ്രതിപക്ഷ നേതാക്കന്മാർക്കെതിരെയും പ്രതിപക്ഷ പാർട്ടിയിൽ ഉള്ളവർക്കെതിരെയും കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എന്തുമാത്രം കേസുകളാണ് എടുത്തിട്ടുള്ളത്. അതിൽ എടുക്കുന്ന കേസുകൾ ബഹുഭൂരിപക്ഷവും പ്രതിപക്ഷ പാർട്ടികളിൽപ്പെട്ടവരല്ലേ. കോൺഗ്രസിന്റെ തന്നെ നേതാക്കന്മാരെ ഉൾപ്പെടുന്ന അനാവശ്യമായിട്ടുള്ള കള്ളക്കേസുകളല്ലേ പലപ്പോഴും എടുക്കുന്നത്. അപ്പം BJPയുടെ ഒരു സംസ്ഥാന നേതാവിനെതിരെ അത്തരത്തിലുള്ള ആരോപണം വരുമ്പോൾ തീർച്ചയായിട്ടും അത് സംബന്ധിച്ചൊരു അന്വേഷണം നടത്തണം. അത് കേന്ദ്ര ഏജൻസികൾ ഉണ്ടാവണം. ഇപ്പോ സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും മുന്നിലേക്ക് ഈ വിഷയം എത്തപ്പെട്ടപ്പോ അത് സംബന്ധിച്ചുള്ള വ്യക്തത വരുത്തേണ്ടത് ആവശ്യമാണ്. അത് സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തേണ്ടതും ആവശ്യമാണ്. അതിൽ ഒരു തർക്കവുമില്ല അക്കാര്യത്തിൽ. ശ്രീ റജി, കർണാടക ഭരിക്കുന്നത് താങ്കളുടെ പാർട്ടിയാണ്, അല്ലെങ്കിൽ താങ്കൾ പിന്തുണയ്ക്കുന്ന പാർട്ടിയാണ്. ഈ ഒരു ആരോപണം അവിടെ സർക്കാരിന് മുന്നിലുണ്ട്. പക്ഷേ ഒരു നടപടിയും രാജീവ് ചന്ദ്രശേഖരനെതിരെ അവിടെ ഉണ്ടാകുന്നില്ല. ഏത് അന്വേഷണത്തിൻ്റെ ആവശ്യം വന്നാലും അത് കണ്ട ഭാവം നടിക്കാൻ കർണാടകത്തിലെ സിദ്ധരാമയ്യ സർക്കാർ തയ്യാറാകുന്നില്ല. നിങ്ങൾക്കെതിരെ ഒരുപാട് കേസ് CBI ഒക്കെ എടുത്തിട്ടുണ്ടല്ലോ. പക്ഷേ രാജീവ് ചന്ദ്രശേഖരൻ്റെ കാര്യം വരുമ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ട് ആ രീതിയിൽ ഒരു അന്വേഷണം നടത്താൻ, സത്യം പുറത്തു വരട്ടെ, ശക്തമായ ഒരു അന്വേഷണം നടക്കട്ടെ എന്നൊരു തീരുമാനത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ കഴിയുന്നില്ല? ഇതിപ്പോൾ ഇവിടെ CMRL എക്സാലോജിക്കിൻ്റെ പേരിൽ ഏതൊക്കെ കോടതിയിൽ പോകാൻ മാത്യു കുഴൽനാടൻ രംഗത്ത് വന്നു.
ഏതൊക്കെ കോടതിയിൽ കയറിയിറങ്ങി അവിടെയെല്ലാം ഈ കേസെടുത്ത് ചവറ്റുകുട്ടയിൽ കളയുന്ന കാഴ്ച നമ്മൾ കണ്ടതാണല്ലോ. അതേപോലെ കർണാടകയിൽ ഒരു വലിയ ഭൂമി കുംഭകോണവുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം വരുമ്പോൾ അക്കാര്യത്തിൽ എന്തുകൊണ്ട് അതും BJPയുടെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിക്കെതിരെ ഇത്രയും മൃദുവായ ഒരു സമീപനം കോൺഗ്രസ് സ്വീകരിക്കുന്നു എന്നുള്ളത് സംശയമുണ്ടാകുന്നുണ്ട്. കാരണം കർണാടകയിലെ രാഷ്ട്രീയം ഈ പറയുന്ന പോലെ ഒരു ബായി രാഷ്ട്രീയമാണ്, അല്ലാതെ സമ്പത്തിൻ്റെ ഒരു രാഷ്ട്രീയമാണ് എന്നുള്ള ഒരു ശ്രുതി എല്ലായിടത്തുമുണ്ട്. അത് ഒന്നുകൂടി വ്യക്തമാക്കുന്നതാണ് ഈ തരത്തിൽ രാജീവ് ചന്ദ്രശേഖറിനോട് കാണിക്കുന്ന ഉദാരമായ ഒരു സമീപനം. അങ്ങ് വാസ്തവവിരുദ്ധമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് നടത്തിയത്. കർണാടകത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനം BJPയുമായിട്ടും സംഘപരിവാർ സംഘടനകളുമായിട്ടും അതിശക്തമായിട്ടുള്ള പോരാട്ടത്തിലാണ് ഉള്ളത്. RSSന്റെ എല്ലാ നിലപാടുകളെ എതിർക്കുകയും RSSന്റെ പല അതിന്റെ പങ്കെടുക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുകയും പൊതുരംഗത്ത് അവരുടെ അഭ്യാസ പ്രകടനങ്ങളെ നിരോധിക്കുകയും ചെയ്തിട്ടുള്ളതും അത് സംബന്ധിച്ച് നിയമനിർമ്മാണത്തിന്റെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുന്ന പാർട്ടിയാണ്. അതിശക്തമായിട്ട് BJPയെയും സംഘപരിവാറിന്റെയും അതിന്റെ വർഗീയ അജണ്ടകളെയും നേരിടുന്ന പാർട്ടി തന്നെയാണ് കർണാടകത്തിലുള്ളത്. അതിൽ ഒരു തർക്കവുമില്ല. ഇത് സംബന്ധിച്ചുള്ള നിയമ നടപടികൾ അവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് ഒരു ഭാഗത്ത് അവിടെ ഒരു തരത്തിലുള്ള BJPയുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു റിലേഷൻ ഉണ്ടെന്ന് ആരെങ്കിലും പറയുമോ? അഖിലേന്ത്യാ തലത്തിൽ തന്നെ നോക്കിയാലും കോൺഗ്രസ് വിമുക്ത ഭാരതം സൃഷ്ടിക്കാൻ വേണ്ടിയാണ് BJPയുടെ ശ്രമം. ആ BJPയുടെയും അതിന്റെ നേതാക്കൾക്കെതിരെയും ശക്തമായ നിലപാടുകൾ എക്കാലത്തും സ്വീകരിച്ചു വന്നിട്ടുള്ളത് കോൺഗ്രസ് തന്നെയാണ്. ഇവിടെ അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ രാജീവ് ചന്ദ്രശേഖർ ഒരു കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ സംരക്ഷിക്കുകയോ അതിൽ കേസ് അന്വേഷണം നടത്താതിരിക്കുകയോ ചെയ്യുന്ന സമീപനം കോൺഗ്രസ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു കാലഘട്ടത്തിലും ഉണ്ടാവില്ല എന്നുള്ള കാര്യം സുനിശ്ചിതമാണ്. ഇവിടെ ഒരു അലിഗേഷൻ ഉണ്ടാകുമ്പോൾ ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് അവർ പെട്ടെന്ന് എടുത്തു ചാടി ഒരു അഭിപ്രായം പറയുന്ന രൂപത്തിലുള്ളതല്ല. ആ അത്തരത്തിലുള്ള ഒരു ആരോപണം വരുമ്പോൾ അതിലെ വസ്തുതകൾ ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും അത് സംബന്ധിച്ച ശക്തമായ പ്രതികരണങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും അതിന്റെ നേതാക്കന്മാരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട കാര്യത്തിൽ. ഇവിടെ അത് സുപ്രീം കോടതിയിൽ ഇപ്പോൾ പരാതി കൊടുത്തിരിക്കുന്നു. അത് സംബന്ധിച്ച് കർണാടകത്തിൽ SIT രൂപീകരിച്ച് അന്വേഷണം നടത്തണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല ഇതൊരു വലിയൊരു അലിഗേഷനാണ്, ഒരു സംശയവുമില്ല. അദ്ദേഹം കേരളത്തിലെ അധ്യക്ഷ സ്ഥാനത്ത് BJPയുടെ അധ്യക്ഷ സ്ഥാനം വഹിക്കുകയും കൂടി ചെയ്യുകയാണ്. നിശ്ചയമായിട്ടും കേരള സമൂഹത്തിന്റെ മുമ്പാകെ അദ്ദേഹത്തിന്റെ നിഷ്പക്ഷതയും അദ്ദേഹത്തിന്റെ നിരപരാധിത്വവും തെളിയിക്കാനുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും ബഹുമാന്യനായ രാജീവ് ചന്ദ്രശേഖരനുണ്ട്. അതിലൊന്നും ഒരു തർക്കവുമില്ല. അപ്പൊ അക്കാര്യത്തിൽ കർണാടക സർക്കാർ എന്തായാലും യുക്തമായ നടപടി സ്വീകരിക്കും. പിന്നെ ഈ മാത്യു കുഴൽനാടനൊക്കെ പ്രതിപക്ഷ ഭാഗത്തെ നേതാവാണ്. അപ്പം സംസ്ഥാനം ഭരിക്കുന്ന ഒരു കക്ഷിയുടെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടാകുമ്പോൾ അത് ചൂണ്ടിക്കാട്ടുക എന്നുള്ളത് കർണാടക നിയമസഭയിൽ RSSന്റെ ഗണഗീതം പാടിയ ആള് അവിടുത്തെ ഉപമുഖ്യമന്ത്രിയാണ് DK ശിവകുമാറാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. RSSുമായിട്ട് എതിർപ്പുണ്ട് എന്നൊക്കെ പറയുമ്പോൾ പോലും ഈ രീതിയിൽ ഉള്ള ഒരു ബന്ധം വളരെ ശക്തമായി തന്നെ അവിടെ നിലനിൽക്കുന്നുണ്ട്. ഈ പറയുന്നത് പോലെ BJPയുടെ നേതാക്കൾക്കെതിരായി ഏതെങ്കിലും ഒരു അഴിമതി ആരോപണം അവരിത്രയും കാലം അവിടെ ഭരിച്ചിട്ടാണല്ലോ കോൺഗ്രസ് അധികാരത്തിലേക്ക് വരുന്നത്. അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഒരു അന്വേഷണം, ഒരു മുൻകാല നടപടികളെക്കുറിച്ചുള്ള അന്വേഷണം ഒന്നും ഉണ്ടായിട്ടില്ല. അതൊക്കെ പോകട്ടെ. പക്ഷേ രാജീവ് ചന്ദ്രശേഖരൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ കോൺഗ്രസ് പോലും ഇക്കാര്യത്തിൽ ശക്തമായ ഒരു നിലപാടെടുക്കുന്നില്ല. ഒരു പ്രതികരണം KPCC അധ്യക്ഷൻ പോലും ഇക്കാര്യത്തിൽ പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ള വസ്തുത അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ബാക്കി കാര്യങ്ങൾ താങ്കൾ പറഞ്ഞതിനെയൊക്കെ നമ്മൾ അംഗീകരിക്കുന്നെങ്കിൽ പോലും